യുഗസന്ധി. കടവൂർ ജി ചന്ദ്രൻപിള്ള എഴുതിയ നാടകം. പങ്കെടുക്കുന്നവർ ടി പി രാധാമണി, ഭരതന്നൂർ ശാന്ത, ചേർത്തല ജയലക്ഷ്മി, കലവൂർ ശ്രീകുമാർ, വേണാട്ട് ശിവൻകുട്ടി, ടി ആർ പ്രസാദ്, ഗൌരീശഭട്ടം രാമചന്ദ്രൻ നായർ, കുന്നിക്കോട് ഗുരുപ്രസാദ്. യുഗസന്ധി. അയോധ്യയുടെ ഐശ്വര്യവും കോസലത്തിന്റെ ശക്തിയും ഈ സരയൂ നദിയായിരുന്നു. സീതാരാമ സീതാരാമ എന്ന് കോസലത്തെ പാടിയുണർത്തി സമ്പന്നമാക്കിയ സരയൂ നദിയാണ് നാം. സീതയില്ലാത്ത രാമനെ സരയൂ ഇനിയും അയോധ്യയിൽ വാഴിക്കില്ല. ഹിമവൽ സാനുക്കളിൽ ഉറങ്ങുന്ന എന്റെ ഉറവുകളെ പൊട്ടിയൊഴുകുവിൻ. അമ്മയുടെ കണ്ണീർ പോലെ എന്റെ മാറിൽ പതിക്കുവിൻ. അമ്മ വിളിക്കുന്നു, അമ്മയെ അനുഗ്രഹിക്കുവിൻ. അമ്മേ, മഹാമായേ, അരുത്, അരുത്. അമ്മേ, ഈ സംഹാരയാത്ര അരുത്. നീ ആര്? ഞാൻ യമധർമ്മൻ. ഓ, നീ യമധർമ്മൻ. ധർമ്മനീതികൾ കെട്ടടങ്ങിയെടുത്ത് നിന്നെ കണ്ടില്ലല്ലോ. എവിടെയാണമ്മേ? കോസലത്തിൽ, അയോധ്യയിൽ. അമ്മേ, ഞാനത് പറയാൻ പാഞ്ഞു വരികയായിരുന്നു. ബ്രഹ്മദേവനാണ് എന്നെ അയച്ചത്. എന്തിന്? അമ്മേ, ഇപ്പോൾ സംഹാരം അരുത്. സ്ത്രീ ഒരു രാജ്യത്തിന്റെ ഐശ്വര്യവും അഭിമാനവും ശക്തിയുമാണെന്ന് ബ്രഹ്മദേവൻ അറിഞ്ഞില്ലേ? യമധർമ്മനും അറിഞ്ഞില്ലേ? എല്ലാം നാം അറിയുന്നു ദേവി. സീതാരാമ സീതാരാമ എന്ന് ജപിച്ചിരുന്ന ഈ നാട് ഇന്ന് ഉറങ്ങിപ്പോയിരിക്കുന്നു. അറിയുന്നു ദേവി. സീതയില്ലാത്ത രാമൻ ഇനി അയോധ്യയ്ക്ക് അപമാനമാണ്. ദേവി ശാന്തയാകൂ. രാമൻ ഇന്നും ചക്രവർത്തിയാണ്. കോസലത്തെ എന്നും സമ്പുഷ്ടമാക്കിയ സരയു ഇനി ഇത് അനുവദിക്കില്ല. അപമാനിതയായ സ്ത്രീത്വം. അമ്മേ, അമ്മേ, എനിക്ക് അഭയം നൽകണമേ എന്ന് കേണ വിളിച്ചപ്പോൾ ആ വിളി കേൾക്കാൻ ഭൂമിയിൽ ആരുമുണ്ടായിരുന്നില്ല. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ ഹൃദയം മരവിച്ചിരുന്നുവോ, അതോ കണ്ണും കാതും പൂട്ടിയിരുന്നുവോ? അറിയില്ല ദേവി, ക്ഷമിച്ചാലും. യമധർമ്മന്റെ ഉപചാരവാക്കുകൾ ഇതിനു മറുപടിയല്ല. എന്റെ മകളെ ചിത്രവധം ചെയ്ത ഭൂമി ഇനി ഒരിക്കലും നന്മ കൊയ്യുകയില്ല. ഇത് ശപഥം. സപ്തസാഗരങ്ങളെ ഇളകി മറിയുവിൻ. തിരമാലകളെ പർവ്വതാകാരം കൊണ്ട് കരകളെ വിഴുങ്ങി നക്കി തുടയ്ക്കുവിൻ. ഇളകി മറിയുവിൻ, കരയെ വിഴുങ്ങുവിൻ. അയ്യോ ദേവി, ഈ ശാപം ഇത് ഭൂമിക്ക് താങ്ങാനാവില്ല. ദേവി, ഇതൊരു യുഗസന്ധിയാണ്. അവിടത്തേക്ക് അതറിയാം. ഈ യുഗസന്ധിയിൽ നാം പ്രതിജ്ഞ ചെയ്യുന്നു, ദേവിയില്ലാത്ത ഏത് ദേവനും അചേതനമാണ്. അതുകൊണ്ട് രാമനെ ഭൂമിയിൽ നിന്നും മടക്കി വിളിക്കൂ. സൃഷ്ടിസ്ഥിതി സംഹാരകന്മാരുമായി ആലോചിക്കാനൊരിടവേള കനിഞ്ഞനുഗ്രഹിക്കൂ. ഇന്നേക്ക് 7 ദിവസം നാം അനുവദിച്ചിരിക്കുന്നു. കൽപ്പന പോലെ. ശ്രീരാമചന്ദ്ര മഹാരാജാവ് വിജയിക്കട്ടെ. എന്താണ്? ലക്ഷ്മണകുമാരൻ മുഖം കാണിക്കാൻ കാത്തു നിൽക്കുന്നു. കുമാരന് അനുവാദമോ? വരാൻ പറയൂ. ലക്ഷ്മണൻ ഈ കാൽപാദങ്ങളിൽ നമിക്കുന്നു. അനുജ, എന്താണിത്? പതിവില്ലാത്ത ഉപചാരങ്ങൾ. മഹാ തേജസ്വിയായ ഒരു താപസൻ
അങ്ങയെ കാണാൻ അനുവാദം അപേക്ഷിച്ചു നിൽക്കുന്നു. അയോധ്യാധിപതിയെ കാണാൻ അനുവാദമോ? ആര് തന്നെയായാലും വരാൻ പറയൂ. നമോവാകം. ശ്രീരാമചന്ദ്ര മഹാരാജാവ് വിജയിക്കട്ടെ. നാം നമസ്കരിക്കുന്നു. അങ്ങ് ആരാണെന്നറിയിച്ചില്ല. സത്വഗുണ സ്വരൂപിയായ ശ്രീരാമ, ഞാൻ യമധർമ്മനാണ്. മഹാപ്രഭു, ഒരിക്കൽ കൂടി പ്രണാമം. അയോധ്യയുടെ ഭരണത്തിലൂടെ വരും നാളുകളിൽ ഭാരതത്തിന്റെ ഭരണാധികാരി എങ്ങനെയായിരിക്കണമെന്ന് അങ്ങ് ഇത്രയും നാൾ ഭരണപാഠം നൽകുകയായിരുന്നു. ഹേയ്, അങ്ങനെയൊന്നുമില്ല. രാജാരാമനാലാവുന്നത് നാം ഭരണഭാഷ്യമാക്കി, അത്രമാത്രം. തിരുമേനിയുടെ ഭരണകാലം ചരിത്രത്തിന്റെ താളിയോല ഗ്രന്ഥത്തിൽ സുവർണ ലിപികളിൽ കാലം കോറിയിടും. അവിടുത്തെ ആഗമനോദ്ദേശം അറിയിച്ചില്ല. ക്ഷമിക്കണം. സൃഷ്ടിസ്ഥിതി സംഹാരശക്തിയുടെ പിതാമഹനാണ് എന്നെ ഇവിടേക്ക് അയച്ചത്. ഓഹോ, സച്ചിദാനന്ദമൂർത്തിയായ പിതാവ്. അതെ. ദേവദേവനായ പിതാവേ, നമസ്കാരം. അവിടുത്തെ മഹാദൂതന്റെ സന്ദേശം കേൾക്കട്ടെ. മഹാരാജാവേ, സൃഷ്ടികർത്താവിന്റെ സന്ദേശം അതീവ രഹസ്യമാണ്. അത് പറഞ്ഞു തീർന്ന് നാം പിരിയുന്നവരെ ആരും ഇവിടെ പ്രവേശിക്കാൻ പാടില്ല. രാമരാജ്യത്ത് ഇങ്ങനെ ഒരു വിലക്ക് ഇതുവരെ കൽപ്പിച്ചിട്ടില്ല. ക്ഷമിക്കണം, ദേവദേവന്റെ ആജ്ഞയാണ്. പറഞ്ഞാലും ഗോപുര കവാടത്തിൽ വിശ്വസ്തനായ ഒരു വില്ലാളിയെ കാവൽ നിർത്തണം. നാം സംസാരിച്ചു തീരും വരെയും ആരും ഗോപുര കവാടം കടക്കാൻ പാടില്ല. സൗമിത്രിയെ കാവലാക്കാം. അങ്ങയ്ക്ക് വിശ്വാസമല്ലേ? തീർച്ചയായും. ആരവിടെ? അടിയൻ. ലക്ഷ്മണകുമാരനെ നാം വിളിക്കുന്നുവെന്ന് പറയൂ. എന്താണാവോ പദവില്ലാതെ വിളിപ്പിച്ചത്? തിരുമനസ് ഉണർത്തിച്ചാലും. ഗോപുര കവാടത്തിൽ ലക്ഷ്മണകുമാരൻ ഇപ്പോൾ ആയുധധാരിയായി കാവൽ നിൽക്കണം. ഈ മഹാതാപസ്യ കടന്നു പോകും വരെ ആരെയും അകത്തേക്ക് വിടരുത്. ഈ സമയം ഇവിടെ കടന്നു വരികയോ ഞങ്ങളുടെ സംഭാഷണം കേൾക്കുകയോ ചെയ്യുന്നത് ആര് തന്നെയായാലും അയാൾ വധിക്കപ്പെടും. ഇത് രാജാരാമന്റെ കൽപ്പനയാണ്. ഉത്തരവ്. പ്രഭു, ഇനി ദേവദേവന്റെ സന്ദേശം അരുളി ചെയ്താലും. കവാടമടയ്ക്കൂ. വിഷ്ണുവിന്റെ ദിവ്യപത്മത്തിൽ എന്നെ അയോനിജനാക്കി. ഞാൻ സർവചരാചരങ്ങളുടെയും വിധാതാവായി. മഹാഭാരം ചുമന്ന് ഞാൻ ഇവിടെയുമെത്തി. പ്രഭു, എന്തിന്? കാലം അവസാനിച്ചു എന്നറിയിക്കാൻ. ഇനി എന്നോടൊപ്പം യാത്രയാവൂ. ഇതാണ് ദേവദേവന്റെ ദൂത്. അപ്പോൾ സത്യധർമ്മനീതികൾ ഇനി ഭൂമിയിൽ വേണ്ടെന്നോ? അതും നിശ്ചയിക്കുന്നത് കാലമാണ്. ആ കാലത്തിന് വഴിമാറുകയാണ് സന്ദേശത്തിന്റെ അർത്ഥം. ഇല്ല, ഇല്ല, ഞാൻ വരികയില്ല. ഈ ഭൂമിയിലാണ് എന്റെ സന്ദേശം ഉറങ്ങേണ്ടതും ഉണരേണ്ടതും. ആ ഉണർത്തുപാട്ടിന്റെ കാലം ഒരുപക്ഷെ നാളെ ഉണ്ടാവാം. അന്ന് ആ കാലത്തേക്ക് തിരിച്ചു വരാനാണ് നാം ഭവാനെ ക്ഷണിക്കുന്നത്. ഇല്ല, ഞാനില്ല യമധർമ്മൻ. ഈ ഭൂമിയാണ് എന്റെ സ്വർഗം. ആ സ്വർഗം നിലനിർത്താനാണ് നാം മഹായുദ്ധങ്ങൾ നയിച്ചത്. പ്രണാമം മഹർഷി. ഓ, അയോധ്യയുടെ ഗോപുര കവാടത്തിൽ കാവൽ ലക്ഷ്മണകുമാരനോ? അത്ഭുതം, അത്ഭുതം. കുമാര, എനിക്കുടനെ ശ്രീരാമചന്ദ്രനെ കാണണം. അവിടുന്ന് രാജ്യകാര്യാലോചനാ മണ്ഡപത്തിലാണ്. ആരെയും അകത്തേക്ക് കടത്തിവിടരുതെന്ന ആജ്ഞയാണ്. എനിക്ക് കാത്തുനിൽക്കാൻ നേരമില്ല. പോയി പറയൂ, മഹർഷി ദുർവാസാവ് വന്നിരിക്കുന്നുവെന്ന്. ക്ഷമിക്കണം മഹർഷി, രാജാജ്ഞയാണ്. രാമരാജ്യത്തിൽ അത് നിഷേധിക്കുക. എങ്കിൽ ഞാൻ അയോധ്യയെയും രാമനെയും കോസലത്തെയും ശപിക്കും. പോയി പറയൂ. മഹർഷി, കോസലത്തെ ശപിക്കരുതേ. അടിയന്റെ ദയനീയമായ അപേക്ഷയാണ്. അവിടുത്തെ തിരുവുള്ളം തിരുമനസ്സിൽ അറിയിക്കാം. ആരാണത്? സൗമിത്രിയാണ് പ്രഭു. കവാടം തുറന്നാലും. ലക്ഷ്മണ, ഓ നീയോ? കഷ്ടം. കാര്യമെന്ത്? പറയൂ സൗമിത്രേ. മഹർഷി ദുർവാസാവ് എഴുന്നള്ളിയിരിക്കുന്നു. എതിരേറ്റാലും. മഹർഷി ആനയിക്കൂ.
ശ്രീരാമ, നമ്മുടെ ദൗത്യത്തിൽ സത്യഭംഗം സംഭവിച്ചിരിക്കുന്നു. ധർമ്മരാജാവേ, നാം അതറിയുന്നു. രാമൻ ഒരിക്കലും സത്യധർമ്മങ്ങൾ കൈവെടിയുകയില്ല. ആ, സമാധാനമായി. ഒരു ചോദ്യം കൂടി. ഭൂമിയിൽ ഇനിയും വാഴണമോ? വേണമെന്നില്ല എന്ന് ദേവദേവനോട് പറയൂ. വിടാ. മഹർഷി ദുർവാസാവ് എഴുന്നള്ളുന്നു. പ്രണാമം മഹർഷി. ആയുഷ്മാനായി ഭവിക്കട്ടെ. ഈ സിംഹാസനത്തിൽ അവിടുന്ന് ഇരുന്നാലും ആര്യപുത്ര, ഇരിക്കാൻ നേരമില്ല. അവിടുന്ന് വന്നത് ധർമ്മവത്സല, സഹസ്രാബ്ദികമെന്ന പേരായ മഹാതപസ് രാമരാജ്യത്തിനായി ഇന്നാണ് ഞാൻ അവസാനിപ്പിച്ചത്. തക്കതായ ഭിക്ഷാന്നം തന്നാലും. മഹാമുനെ, യാഗം കൊണ്ട് അങ്ങയ്ക്ക് ഭിക്ഷാന്നമായി എന്റെ രാജ്യം തരില്ല. ആ ഭിക്ഷാന്നം ഞാനായിക്കൊള്ളട്ടെ. അവിടത്തേക്ക് തൃപ്തിയായോ? ശ്രീരാമചന്ദ്ര, എന്താണ് ഈ പറയുന്നത്? അയോധ്യയെ ശപിക്കാൻ മാത്രമേ എന്നും അവിടുന്ന് വന്നിട്ടുള്ളൂ. ആ സിദ്ധി ഇന്ന് അടിയന്റെ ജീവിതത്തിന് നൽകി അനുഗ്രഹിക്കൂ. ശ്രീരാമ, നീ ഇത്ര ദുഃഖിതനോ? ശപിക്കൂ മഹർഷി, ശപിക്കൂ. ആ ശാപാക്തിയിലെങ്കിലും രാമന്റെ ഈ ജന്മം ഭൂമിയിൽ സാഫല്യമടയട്ടെ. കുമാര, ഈ ദിനങ്ങളിൽ രാമഹൃദയത്തിന്റെ ഒടുങ്ങാത്ത അസ്വാസ്ഥ്യം നീ മനസ്സിലാക്കുന്നു. അടിയൻ നമ്മുടെ എല്ലാ തീവ്ര ദുഃഖങ്ങളിലും നീ നമ്മെ പിന്തുടർന്നു. അടിയന്തരമായി വിളിപ്പിച്ച കാര്യം പറഞ്ഞില്ല. ഒരു സത്യകർമ്മത്തിന്റെ പരിപാലനത്തിനാണ്. രാജാരാമന്റെ ജീവിതം എന്നും നിരന്തരമായ സത്യപരീക്ഷണങ്ങളായിരുന്നു. ആ അഗ്നിപരീക്ഷകളിൽ നമ്മുടെ ഉള്ളുരുകിയതാരും അറിഞ്ഞില്ല. ഉള്ളിന്റെ ഉള്ളിൽ ഉറഞ്ഞു നിറഞ്ഞ കണ്ണീർക്കണങ്ങൾ ആരും കണ്ടതുമില്ല. എന്ത്, അവിടത്തെ കണ്ണുകൾ നിറയുന്നുവോ? അധരങ്ങൾ വിതുമ്പുന്നുവോ? തിരുമനസേ, ഈ ധർമ്മസങ്കട കാരണം പറഞ്ഞാലും. രാജാരാമന്റെ ജീവിതം ധർമ്മസങ്കടങ്ങളുടെ ആകത്തുകയായിരുന്നു. ഇനിയും അവസാനം യമധർമ്മൻ ദേവദേവനായ ബ്രഹ്മാവിന്റെ സന്ദേശവുമായി ഇവിടെ വന്നു. അടിയനറിയാം. ദൂത് അറിയിക്കും മുമ്പ് ഒരു വാഗ്ദാനമുണ്ടായിരുന്നു. എന്താണാവോ? ദൂത് ആരും കേൾക്കാൻ പാടില്ല. ആ സമയത്ത് കാര്യാലോചനാ മണ്ഡപത്തിൽ കടന്നുവരുന്നത് ആരായിരുന്നാലും വധിക്കപ്പെടണം. കാര്യത്തിന്റെ ഗൗരവം അടിയൻ മനസ്സിലാക്കുന്നു. അയോധ്യയും ഇക്ഷ്വാകു വംശവും മഹർഷി ദുർവാസാവിന്റെ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടട്ടെ എന്ന് കരുതി അടിയൻ കാര്യാലോചനാ മണ്ഡപത്തിലേക്ക് കടന്നു വന്നു. നമുക്കതറിയാം. പക്ഷേ സത്യഭംഗം രാമന്റെ വംശത്തിൽ ഉണ്ടായിട്ടില്ല. വിധിക്കൂ പ്രഭു. രാമരാജ്യം ഇക്ഷ്വാകു വംശത്തിന് ശിക്ഷകൾ മാത്രമേ നൽകിയിട്ടുള്ളൂ. രാജാരാമന്റെ യാത്ര എന്നും നിരന്തര ദുഃഖങ്ങളുടെ മുൾക്കാടുകളിലൂടെയായിരുന്നു. എല്ലാം കടന്നു കയറി. എന്നിട്ടും വിധി നമ്മെ പരീക്ഷിക്കുന്നു. എല്ലാം അടിയൻ അറിയുന്നു പ്രഭു. കുമാരന് നാം എങ്ങനെ മരണദണ്ഡന വിധിക്കും? അടിയൻ ആ വിധിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു പ്രഭു. സനാതന ധർമ്മങ്ങളുടെ ഈ മണ്ണ് ആ വിധി കൊണ്ട് പവിത്രമാവട്ടെ. ആരവിടെ? അടിയൻ. കുലഗുരു വസിഷ്ഠ മഹർഷി ആനയിക്കൂ. കുമാര, ഈ യുഗസന്ധിയിൽ ജന്മസാഫല്യമടയാൻ നമുക്ക് വേർപിരിയാം. എന്താണ് കാര്യം? എല്ലാം അവിടുന്ന് അറിഞ്ഞിരിക്കുമല്ലോ. സർവവും. മഹാഗുരു, നാം ഇനി എന്താണ് വേണ്ടത്? രാജാരാമൻ എന്താഗ്രഹിക്കുന്നു? ഈ ജീവിതയാത്രയിൽ എന്നെ അനുഗമിച്ച് എല്ലാ സുഖദുഃഖങ്ങളിലും നമുക്ക് വെയിലും തണലുമായിരുന്ന നമ്മുടെ പ്രിയതനയനെ വധിക്കണമോ? വേണമെന്നില്ല. രാജ്യഭ്രഷ്ടനാക്കി നാട് കടത്തിയാൽ മതി. അതും വധത്തിന് തുല്യമാണ് കോസലത്തിന്റെ നിയമസംഹിതകളിൽ. എങ്കിൽ നാം അത് വിധിക്കുന്നു. രാമരാജ്യത്തിന് സത്യഭംഗം സംഭവിക്കാതിരിക്കാൻ എന്റെ ജീവന്റെ ജീവനും രക്തവുമായ ലക്ഷ്മണകുമാരനെ രാജ്യഭ്രഷ്ടനാക്കി നാട് കടത്തുവാൻ നാം ഉത്തരവാകുന്നു.
പ്രഭു, അടിയനാണ് ഊർമിള, ലക്ഷ്മണകുമാരന്റെ ധർമ്മപത്നി. അയോധ്യയുടെ ഭരണകാര്യ വിചാരസഭാ മണ്ഡപത്തിലെ വിദുഷി. ക്ഷമിച്ചാലും. ഓ ഊർമിള, എന്താണ് ഭവതി പ്രഭാതത്തിൽ? എന്താണെന്നോ? മഹാരാജൻ ലക്ഷ്മണകുമാരൻ എവിടെ? നാടുകടത്തിയോ അതോ കഴിവിലേറ്റിയോ? സൗമിത്രി ഒന്നും പറഞ്ഞിരുന്നില്ലേ? ഇല്ല. കുമാരനെ ഇന്നലെ രാജഭൃഷ്ടനാക്കിയ വിവരം പ്രഭാതത്തിൽ അറിഞ്ഞു. രാത്രിയിൽ യാത്രയാകും മുമ്പ് കുമാരൻ ഉറങ്ങിക്കിടന്ന് നമ്മുടെ കാലു തൊട്ട് വന്നിച്ചുവെന്ന് പരിചാരിക പറഞ്ഞറിഞ്ഞു. അവിടത്തോടും ലക്ഷ്മണകുമാരനോടും അടിയൻ എന്ത് അപരാധമാണ് ചെയ്തത്? ഒരപരാധവും ചെയ്തില്ല. കുമാരൻ രാജാജ്ഞ അനുസരിച്ചു എന്നറിഞ്ഞതിൽ നാം സന്തോഷിക്കുന്നു. എന്ത് സന്തോഷം മഹാരാജൻ! അയോധ്യയിൽ സ്ത്രീത്വം വീണ്ടും അപമാനിക്കപ്പെട്ടിരിക്കുന്നു. അതിന്റെ നിരന്തരമായ ചിത്രമല്ലേ അയോധ്യയുടെ ചരിത്രം? ഊർമിളെ, കുറച്ചുകൂടി കാരുണ്യപൂർവ്വം സംസാരിക്കൂ. കാരുണ്യത്തിന്റെ എല്ലാ ഉറവുകളും ഈ മണ്ണിൽ വറ്റിപ്പോയി മഹാരാജൻ. അപ്പോൾ നാം തെറ്റുകളുടെ ഒരു മഹാകൂമ്പാരം അവിടുന്ന് ഭൂമിക്ക് നൽകി. എല്ലാം അവിടത്തെ അധികാരം നിലനിർത്താൻ വേണ്ടിയായിരുന്നുവെന്ന് വിദുഷിയായ ഈ ഊർമിള ഒരിക്കൽ കൂടി ഓർമ്മിക്കുകയാണ്. വത്സേ, നാം ഇന്നും ഒരു ഭരണാധികാരിയുടെ ധർമ്മനീതികൾ കാത്തുസൂക്ഷിക്കാനാണ് ശ്രമിച്ചത്. മഹാരാജൻ, അഗ്നിശുദ്ധിയായ സീതാദേവിയെ ആരോ പറഞ്ഞു പരത്തിയ ഒരു പൊളിയുടെ പേരിൽ പാവം ഗർഭിണിയായിരിക്കെ കാട്ടിലെറിഞ്ഞ അവിടത്തേക്ക് എന്ത് ധർമ്മനീതിയാണുള്ളത്? ഊർമിളെ, ഭരണകാര്യങ്ങളിൽ നാം ഒരു നിമിത്തം മാത്രമായിരുന്നു. മറ്റെല്ലാം നമ്മുടെ ഭരണത്തിലെ കാര്യവിചാര സഭയിൽ സമർപ്പിതമായിരുന്നു. അർത്ഥമില്ലാത്ത കാര്യവിചാര സഭയിലെ വിദുഷിയായിരുന്നു ഈ ഊർമിള എന്ന് ഓർമ്മിക്കുമ്പോൾ ഇന്നെനിക്ക് ലജ്ജ തോന്നുന്നു മഹാരാജൻ. നിരാശ്രയയും ദുഃഖിതയുമായ സീതാദേവിയെ കാട് കയറ്റിയപ്പോൾ ഈ സഭാമണ്ഡപത്തിന്റെ മനസ്സ് മരവിച്ചിരുന്നുവോ? കുലഗുരു വസിഷ്ഠൻ ഉറങ്ങിപ്പോയോ? ദേവിക്ക് വേണ്ടി ഒരക്ഷരം ഉരിയാടാൻ സഭാവാസികളുടെ നാവിറങ്ങിപ്പോയോ? പിന്നെ എന്തിനായിരുന്നു ഈ സഭാമണ്ഡപം? അവിടെ രാജാരാമന്റെ കാര്യവിചാര സഭയ്ക്ക് എന്തർത്ഥമായിരുന്നു? ദേവിയുടെ ജൽപ്പനങ്ങൾ അതിരുകടക്കുന്നു. ഇത് രാജനീതിക്കെതിരാണ്. രാമഭൂമിയിലെ ചരാചരങ്ങൾ പോലും ഈ രാജനീതിക്കെതിരായിരുന്നുവെന്ന് ഭവാൻ അറിഞ്ഞില്ലേ? ഊർമിള പറഞ്ഞു വന്നതിനർത്ഥം സഹധർമ്മിണിയെക്കുറിച്ച് അപമാനം പരന്നപ്പോൾ അധികാരമോഹമില്ലായിരുന്നെങ്കിൽ ചെങ്കോൽ താഴ്ത്തിവെക്കാമായിരുന്നു. ഭരണം ഭരതനെയോ ലക്ഷ്മണകുമാരനെയോ ഏൽപ്പിക്കാമായിരുന്നു. അങ്ങനെ അവിടത്തെ പിഞ്ചോമനകളുടെ ഗർഭഭാരം വഹിച്ച ആ സാധ്യയെ സംരക്ഷിക്കാമായിരുന്നു, കടം വീട്ടാമായിരുന്നു. അവിടുന്ന് അതും ചെയ്തില്ല. ഊർമിളെ, ഈ യുഗസന്ധിയിൽ ഊർമിള ഇന്ന് സംസാരിക്കും മഹാരാജൻ. സംസാരിക്കാതിരിക്കാൻ ഈ നാവ് അരിഞ്ഞു കളയാൻ അവിടുന്ന് ആജ്ഞ നൽകൂ. അതിനും അവിടുത്തെ കരുത്തുറ്റ ഭരണസാരഥ്യം തയ്യാറാവാതിരിക്കില്ല എന്ന് അടിയൻ അറിയുന്നു. കുട്ടി, നീ അയോധ്യയുടെ ഭരണാധികാരിയായ രാജാരാമന്റെ കാര്യവിചാര മണ്ഡപത്തിലാണ് നിൽക്കുന്നത്. ബന്ധം നമുക്കൊരിക്കലും ബന്ധനമായിരുന്നില്ല. മഹാരാജൻ, അതും ഊർമിളയ്ക്ക് നന്നായി അറിയാം. സംസാരിക്കാതിരിക്കാൻ രാജകിങ്കരന്മാരെ വിളിച്ച് കയ്യാമം വെച്ച് അടിയനെയും കാരാഗ്രഹത്തിലേക്ക് അയക്കൂ, അല്ലെങ്കിൽ കാട്ടിലേക്ക്. ഊർമിളയ്ക്ക് ഇവ രണ്ടും ഇപ്പോൾ ഇഷ്ടമാണ്. ഊർമിളെ, നീ ഇനിയും നമ്മെ വേദനിപ്പിക്കരുത്. അവിടത്തേക്ക് എന്ത് വേദന! എന്റെ സീതാദേവിക്ക് അവിടെ നിന്ന് വിധിച്ചത് ആജന്മവേദനയായിരുന്നു, ആത്മവേദന. അങ്ങയെ ബോധ്യപ്പെടുത്താൻ മഹർഷി വാൽമീകി വേണ്ടി വന്നു. രാമായണ കാവ്യം ചമയ്ക്കേണ്ടി വന്നു. അങ്ങയുടെ മക്കളെ, ലവകുശന്മാരെ രാമകഥ പാടിച്ച് അയോധ്യയിലേക്ക് അയക്കേണ്ടി വന്നു. അത് കേട്ടാണ് തിരുവുള്ളമുണർന്നത്, ഉള്ളമലിഞ്ഞത്. എങ്കിലും അവിടത്തേക്ക് സീതാദേവിയെ പിന്നെ പ്രാപിക്കാനായില്ല. അതാണ് സ്ത്രീത്വത്തിന്റെ മഹത്വമെന്ന് സീതാദേവി ഭൂമിക്ക് പാഠഭേദം നൽകി. ദേവിയുടെ അരളപ്പാട്, ആ വിളി, ആ കാതുകൾ ഇപ്പോഴും മുഴങ്ങുന്നില്ലേ? അമ്മേ, ഭൂമിദേവി, ഞാൻ പരിക്ഷീണയായ സീതയാണ്. ശ്രേയോഭൂതയായ സത്യമാതാവേ, പരിശുദ്ധിയായ ഞാൻ ഒരിക്കൽ രാജാരാമന്റെ ആഗ്രഹം ഉൾക്കൊണ്ട് അഗ്നിപ്രവേശം ചെയ്തു. അമ്മേ, ലവകുശന്മാരുടെ അമ്മയാണ് ഞാനിന്ന്. രാജാരാമൻ ഈ യാഗശാലയിൽ വീണ്ടും എന്നെ അഗ്നിപ്രവേശത്തിന് ക്ഷണിക്കുന്നു. അമ്മേ, ഇനി വയ്യ. അമ്മേ, ഭൂമിദേവി, അവിടുത്തെ മാറിടം പിളർന്ന് ഈ അബലയ്ക്ക് അഭയം വരുന്നു. അമ്മേ, ധാത്രിദേവി, ഞാൻ പവിത്രയാണെങ്കിൽ അമ്മേ എന്നെ സ്വീകരിക്കൂ. അമ്മേ, അമ്മേ.
മഹാരാജൻ, ആ വിളി ഇപ്പോഴും അയോധ്യയിൽ അവിടുന്ന് കേൾക്കുന്നില്ലേ? വത്സേ, ആ ദുഃഖമെല്ലാം ഒരു ചെപ്പിലൊതുക്കി നാം ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്നു. രാജാരാമൻ ഭരണാധികാരിയായിരുന്നു എന്ന ദുഃഖസത്യം നിങ്ങളെല്ലാം ബോധപൂർവം വിസ്മരിക്കുന്നു. രാമന്റെ നിയോഗം അതായിരുന്നു. ഭഗവൻ, അത് തന്നെയാണ് അടിയൻ തറപ്പിച്ചു പറയുന്നതും. ആ അധികാര ദുർമോഹം അത് തന്നെയാണ് അവിടത്തെ അന്ധനാക്കിയത്. അത് നിലനിർത്താൻ എത്രയെത്ര ജന്മങ്ങളാണ് ഈ ഭൂമിയിൽ ഹോമിക്കപ്പെട്ടത്. എന്റെ സീതാദേവിയിൽ തുടങ്ങി ഒടുവിൽ ഇപ്പോഴെന്റെ ലക്ഷ്മണകുമാരൻ വരെ അവിടത്തേക്ക് ഇനിയും തൃപ്തിയായില്ലേ? ഊർമിളേ, സ്വാമി, അധികാര സോപാനത്തിന്റെ ഈ ചെങ്കോൽ വലിച്ചെറിയൂ. അങ്ങനെയെങ്കിലും ഇക്ഷാകുവംശം ഈ ശാപത്തിൽ നിന്ന് മുക്തമാകട്ടെ. കൊട്ടാരം വിട്ടുപോകും മുമ്പ് ലക്ഷ്മണകുമാരൻ ഊർമിളയോടൊന്നും പറഞ്ഞില്ലേ? ഇല്ല. രാജകുമാരൻ വേർപിരിഞ്ഞു പോകും മുൻപ് ധർമ്മപത്നിയോടൊരു വാക്ക് പറയാനുള്ള വിവേകം അവിടുന്ന് മറന്നുപോയി. അത് ഊർമിള കാര്യമാക്കുന്നില്ല. ഈ രാജാരാമന്റെ അനുജനാണല്ലോ ലക്ഷ്മണൻ. ഇതു പറഞ്ഞത് ഈ കാര്യസഭാ മണ്ഡപത്തിൽ ദേവിയല്ലാതെ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ആ ശിരസ് നുറങ്ങി താഴെ വീണിപ്പോൾ നീളത്തിൽ കുളിക്കുമായിരുന്നു എന്ന സത്യം ഊർമിള മറക്കരുത്. പ്രഭു, ഊർമിളയുടെ ദുഃഖം അവിടെ നിറഞ്ഞുപോ. നീണ്ട 14 വർഷം സൗമിത്രിയെ പിരിഞ്ഞ് ഒരു തപസ്വിനിയെ പോലെ നാം അയോധ്യയുടെ അകത്തളങ്ങിൽ ധ്യാനനിരതയായി കഴിഞ്ഞു. പിന്നെ വന്നു കണ്ടു, രാജ്യകാര്യങ്ങളിൽ മുഴുകി. ലക്ഷ്മണകുമാരന്റെ മുഖം ഒരിക്കൽ പോലും ആത്മസംതൃപ്തിയോടെ കണ്ടു കൊതിയടക്കാൻ അടിയന് കഴിഞ്ഞില്ല. സ്ത്രീത്വത്തിന്റെ ദുഃഖം അവിടത്തേക്ക് മനസ്സിലാകുമോ? എല്ലാം നാം അറിയുന്നു ദേവി. ഇനി ഒരിക്കലും ലക്ഷ്മണകുമാരനെ തിരുമനസ് ജീവനോടെ കാണുകയില്ല. എന്ത്? അപ്പോൾ എന്റെ ലക്ഷ്മണൻ? ഗോദാവരി നദിയുടെ കലങ്ങി മറിയുന്ന ഏതോ കയത്തിൽ ജീവൻ ഒടുക്കിയിട്ടുണ്ടാവും. അവിടുന്ന് സംശയിക്കേണ്ട. കുമാരനെ അറിഞ്ഞിട്ടുള്ളത് ഈ ഊർമിള മാത്രമാണ്. ദേവി, നാം ഇഹലോകവാസം വെടിയാൻ തീരുമാനിക്കുന്നു. ഭവതി ക്ഷമിച്ചാലും. മഹാരാജൻ, അത്രയും കടന്നൊരു തീരുമാനം രാമരാജ്യത്തിന് ഇപ്പോഴാവശ്യമോ? നമുക്കേറ്റ ആത്മനൊമ്പരങ്ങൾ ദേവി ആവർത്തിച്ചു പറഞ്ഞു. നമുക്ക് മതിയായി. ദുർവഹമായ ഭരണഭാരം ഇനി വയ്യ ദേവി. നാമും ഇത്രനാൾ ഇത് ആലോചിക്കുകയായിരുന്നു. ഈ കിരീടത്തിന്റെ ഭാരം ചുമക്കാൻ ഇനി രാജാരാമന് ശക്തിയില്ല. നമ്മുടെ ശക്തി സ്രോതസ്സെല്ലാം വറ്റി വരണ്ടു. ഇനി വയ്യ, വയ്യ, വയ്യ ദേവി. പ്രണാമം മഹർഷി. പ്രണാമം മഹാരാജൻ. എന്താണ് അവിടുത്തെ മാനസിക സംഘർഷം? എല്ലാം അറിയുന്ന ത്രികാലജ്ഞാനിയായ അവിടുന്ന് ശ്രീരാമന് സമ്മാനിച്ച ഈ മുൾക്കിരീടം അവിടുത്തെ തൃപ്പാദങ്ങളിൽ സദയം സമർപ്പിക്കുന്നു. ഇത് അനന്തര തലമുറകൾക്ക് പങ്കുവയ്ക്കൂ. രാമദേവന്റെ തീരുമാനം വളരെ വൈകിയാണെങ്കിലും നാം സ്വീകരിക്കുന്നു. ഭവാന്റെ അഭീഷ്ടം പോലെ ആകട്ടെ ഇനി ബാക്കിയൊക്കെയും. ഊർമിളേ, നമ്മുടെ തീരുമാനത്തിന് മഹർഷി അനുഗ്രഹം ചൊരിയുന്നു. ഓ, ഊർമിളയും ഇവിടെ ഉണ്ടായിരുന്നുവോ? എന്തുകൊണ്ട് പ്രണമിച്ചില്ല? ആവശ്യമില്ലെന്ന് മനസ്സ് പറഞ്ഞു. അതിനേക്കാൾ ആവശ്യമായ അധികാരപത്രം വേണോ മഹർഷി? മകളെ, ക്ഷോഭമരുത്. ക്ഷോഭമല്ലാതെ മനസ്സിലൊന്നും ബാക്കിയില്ല മഹാമുനി. ഈക്ഷാകവംശത്തിന്റെ വലിയ ഹൃദയം അവിടെ നിറഞ്ഞില്ല, ആദരിച്ചില്ല, കണ്ടില്ലെന്ന് ഭാവിച്ചു. എല്ലാം അറിയുന്ന ഗുരു രാജനീതിക്കായി എന്റെ സീതാദേവിയെയും എന്റെ ലക്ഷ്മണകുമാരനെയും വരെ ഹോമിച്ചു. ഇപ്പോഴിതാ അവിടുത്തെ അവസാനത്തെ ബലിമൃഗമായി രാജാരാമനും. അവിടത്തേക്ക് ഇനിയും തൃപ്തിയായില്ലേ? മകളെ, അയോധ്യയുടെ മരണപത്രവുമായല്ലേ മഹർഷി വസിഷ്ഠൻ ഇപ്പോൾ എഴുന്നള്ളിയത്? ഊർമിളെ, നിന്നെ ഞാൻ ശപിക്കുന്നു. ശപിക്കൂ മഹാമുനി. അതുമാത്രം എന്തിനു ബാക്കി വെക്കുന്നു? ഈ യുഗ സംക്രമണത്തിൽ അവിടത്തെ ശാപത്തിന് ഇനി ശക്തിയില്ല എന്നറിയാവുന്നവളാണ് ഈ ഊർമിള. ഊർമിളെ, മകളെ, നീ എന്താണ് പറഞ്ഞത്? മഹാരാജൻ, മഹാപ്രസ്ഥാനത്തിനൊരുങ്ങൂ. ഗോദാവരി നദിയുടെ അലറിയാർക്കുന്ന തിരമാലകളും അഗാധ കയങ്ങളും ഈ രാജവംശത്തെ, അയോധ്യയെ കാത്തു നിൽക്കുന്നു. അമ്മ സരയെ വിളിക്കുന്നു. വരൂ മകനെ, വരൂ, എന്നിലേക്ക് വരൂ. കോസലത്തിന്റെ അമ്മ വിളിക്കുന്നു. രാമ,
അമ്മയുടെ അഗാധ ഹൃദയത്തിലേക്ക് വരൂ. അമ്മേ, മഹാമായേ, അടിയന്റെ തെറ്റുകൾ പൊറുക്കണമേ. മകനെ, എല്ലാ തെറ്റുകളും പൊറുക്കുന്ന അമ്മ വിളിക്കുന്നു. വരൂ, വരൂ രാമ. അമ്മ ഈ തിരുമാറിൽ നിനക്ക് അഭയമരുളുന്നു. ജാനകിക്കും അഭയം ഇവിടമായിരുന്നുവല്ലോ, ഈ തിരുമാറ്. അമ്മേ, അമ്മേ. മകനെ, കയ്യിലിരിക്കുന്ന ആ ഭദ്രദീപം കെടുത്തരുത്. അത് പിന്നാലെ പ്രണാമമർപ്പിച്ച് മക്കൾക്ക് നൽകും. അതിൽ നിന്നവർ വെളിച്ചം ഉൾക്കൊള്ളട്ടെ. അമ്മയുടെ കൽപ്പന പോലെ രാജാരാമന്റെ നിയോഗം നീതിനിഷ്ഠനും സത്യസന്ധനുമായ ഭരണാധികാരിയാവുകയായിരുന്നു. അവിടെ നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ നമുക്ക് പാളിച്ചകളും വീഴ്ചകളും ഏറെയായിരുന്നു. ജനനിയായ അമ്മയുടെ കൽപ്പന പോലെ കൽപ്പകൽപ്പാന്തങ്ങളുടെ ഈ കൈവിളക്ക്, ഈ ജ്യോതിസ് നാം നിങ്ങൾക്ക് കൈമാറുന്നു. നമ്മുടെ രാജ്യം നാളെയും സനാതന സത്യധർമ്മങ്ങളുടെ വിളനിലമായി ഭവിക്കട്ടെ. ശ്രീരാമചന്ദ്രൻ നീണാൾ വാഴട്ടെ. ഞങ്ങളും അവിടത്തെ അനുധാവനം ചെയ്യുന്നു. അരുത്, ഇഹലോകത്തിൽ നമ്മുടെ ജീവിത നിയോഗം കഴിഞ്ഞു. രാമ, ശ്രീരാമ, വരൂ, വരൂ, അമ്മയുടെ സവിധത്തിലേക്ക് വരൂ. നിങ്ങൾ കേട്ടത് യുഗസന്ധി, കടവൂർ ജി ചന്ദ്രൻപിള്ള എഴുതിയ നാടകം. പങ്കെടുത്തവർ ടി പി രാധാമണി, ഭരതന്നൂർ ശാന്ത, ചേർത്തല ജയലക്ഷ്മി, കലവൂർ ശ്രീകുമാർ, വേണാട്ട് ശിവൻകുട്ടി, ടി ആർ പ്രസാദ്, ഗൗരീശഭട്ടം രാമചന്ദ്രൻ നായർ, കുന്നിക്കോട് ഗുരുപ്രസാദ്.